നമസ്കാരം. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ നയതന്ത്ര ചർച്ചകൾ ബീജിംഗിൽ പൂർത്തിയായിരിക്കുകയാണ്. 2026 തുടക്കത്തിൽ തന്നെ നടന്ന ഈ 7ാം ഘട്ട വിദേശകാര്യമന്ത്രിതല ചർച്ച പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ചേർന്നാണ് ഈ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ അഥവാ CPECയുടെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു എന്നതാണ്. വെറും റോഡ് നിർമ്മാണത്തിനപ്പുറം വ്യവസായം, കൃഷി, ഖനനം എന്നീ മേഖലകളിൽ വലിയ നിക്ഷേപങ്ങൾക്കാണ് ചൈന തയ്യാറെടുക്കുന്നത്. ഗ്വാദർ തുറമുഖത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇതിൽ തീരുമാനമായി. പാകിസ്ഥാന്റെ തകരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ പദ്ധതി വലിയ താങ്ങാവുമെന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക സഹകരണത്തോടൊപ്പം തന്നെ സുരക്ഷാ കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും കൈകോർക്കാൻ പോവുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദ ഗ്രൂപ്പുകൾക്കെതിരെ നടപടികൾ വേണമെന്ന് ചർച്ചയിൽ ഇരുപക്ഷവും ശക്തമായി ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിലെ ചൈനീസ് തൊഴിലാളികൾക്കും പദ്ധതികൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പാകിസ്ഥാൻ സ്വീകരിച്ച നടപടികളെ ചൈന അഭിനന്ദിച്ചു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ രണ്ടു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട്. 2026 എന്നത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികമാണ്. ഇതിന്റെ ഭാഗമായി പ്രത്യേക ലോഗോ പുറത്തിറക്കുകയും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എല്ലാ കാലാവസ്ഥയിലുമുള്ള സുഹൃത്തുക്കൾ എന്ന ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണ് ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യമായി ഇരു രാജ്യങ്ങളും കണ്ടത്. കൂടാതെ ദക്ഷിണേഷ്യൻ മേഖലയിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാടില്ലെന്ന പരോക്ഷമായ സൂചനയും ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ നൽകി. ചുരുക്കത്തിൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പുതിയ കൂട്ടുകെട്ട് വെറുമൊരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് ഏഷ്യൻ മേഖലയിലെ തന്ത്രപ്രധാനമായ ഒരു നീക്കം കൂടിയാണ്. ഇന്ത്യയുൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.